മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്തയോട് കണ്ണടച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ, ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം മുസ്ലിങ്ങളെ, സകല മുസ്ലിങ്ങളെയും അണിനിരത്തുക എന്നൊരു അജണ്ട ഇവർക്കൊക്കെ തന്നെയുണ്ട്. അത് പൊളിഞ്ഞ് തകരുന്നൊരു വാർത്തയായതുകൊണ്ടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊടുക്കാത്തത്. ദാവൂദി ബോറ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടിരിക്കുന്നു, സന്ദർശിച്ചിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതില് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ നരേന്ദ്രമോദിയെ സന്ദർശിച്ചിട്ടുള്ളത്. ആ സന്ദർശനത്തില് ദാവൂദി ബോറ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്. ജാതിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയുന്നതാണ്. സുന്നികൾ തന്നെ 2 വിഭാഗമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സംഘടന, മുജാഹിദ്, ഒരുപാട് സംഘടനകളുണ്ട്. അത്തരത്തിലുള്ള മറ്റൊരു സംഘടനയാണ് ഷിയ മുസ്ലിങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ദാവൂദി ബോറ മുസ്ലിംസ് എന്ന് പറയുന്നത്. ഇവര് പ്രധാനമായിട്ടും 40 രാജ്യങ്ങളിലായിട്ടൊക്കെ ഇവരുടെ അംഗങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്, ഏതൊരു രാജ്യത്താണെങ്കിലും ആ രാജ്യത്തെ ഭരണഘടനയോട് വളരെ വലിയ കൂറ് പുലർത്തി മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ ഓരോ കാര്യങ്ങളിലും കാണാൻ സാധിക്കുന്നത്. ഈ ദാവൂദി ബോറ മുസ്ലിം സമൂഹം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് ഒരു കാര്യം എടുത്തു പറയാം. ഇസ്ലാമിക പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹം കൂടിയാണ്, ഒരു സംഘടന കൂടിയാണ് ഈ പറയുന്ന ദാവൂദി ബോറ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഞാനിത് എടുത്തു പറയാൻ കാരണം, മറ്റു പല അഭിപ്രായത്തിലും പല രീതിയിലും ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇവർ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട സമയത്തെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. आपने हमें यहाँ पे आपके घर में याद किया, इसके लिए हम आपका तहे दिल से शुक्रिया कहते हैं। और हमेशा सैयदना साहब और आपका बहुत गहरा रिश्ता रहा है, मेरे ग्रैंडफादर सैयदना मोहम्मद बुरहानुद्दीन का और आज सैयदना साहब का। और जो आपने अभी वक़फ़ बिल का जो पास हुआ है, നിങ്ങൾ കേട്ടില്ലേ? ചെറിയൊരു ഭാഗമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ പരിഭാഷ ഒന്ന് മുന്നോട്ട് വെക്കാം. ഞങ്ങളെ അങ്ങയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഞങ്ങളുടെ സംഘത്തിന് കാലങ്ങളായി എൻ്റെ മുത്തച്ഛന്റെ കാലത്തു തന്നെ സർക്കാരുമായി നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ പാസ്സായ വഖഫ് ബില്ലിൽ പോലും ഞങ്ങൾക്ക് ഒരു ഇടമുണ്ട്. ഞങ്ങൾ മൈനോറിറ്റിയാണ്. എന്നിട്ടും അങ്ങ് ഞങ്ങളെ ഓർത്തു. ഹിന്ദുസ്ഥാനിലെ എല്ലാവരെയും ഒരുമിച്ച് കൈപിടിച്ച് മുമ്പോട്ട് പോവുക എന്നത് അങ്ങയുടെ ആഗ്രഹമാണ്. അങ്ങ് ചെയ്യുന്നത് എല്ലാം ഇന്ത്യക്ക് അങ്ങേയറ്റം നല്ല കാര്യങ്ങളും ഏറ്റവും മികച്ചതും ആയിരിക്കും. സമൂഹത്തിൽ താഴേക്കിടയിൽ ഉള്ളവരും എണ്ണത്തിൽ കുറവുള്ളവരുമായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നത് വലിയ കാര്യമാണ്. അങ്ങയുടെ തിരക്കിനിടയിലും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനുള്ള അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ഈ പ്രത്യേകത ചിലപ്പോഴേ ആളുകളിൽ കാണാറുള്ളൂ. അങ്ങേപോലെ ഒരാളാണ് പ്രൈം മിനിസ്റ്റർ ആകേണ്ടത്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇതൊക്കെ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? ഒരു മുസ്ലിം സംഘടന, അതിന്റെ പ്രതിനിധികള്, അതിന്റെ നേതാക്കന്മാര് പരസ്യമായിട്ട് രാജ്യത്തോട് വിളിച്ചു പറയാ, അങ്ങേപ്പോലെയുള്ള ഒരാളാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആവേണ്ടത്. ഞങ്ങളെ പോലെയുള്ള മൈനോറിറ്റി ആയിട്ടുള്ള ഞങ്ങൾക്കും നിങ്ങളൊരു ഇടം തരുന്നു. ഇതൊക്കെ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ വർത്തമാന കേരളത്തില് ഇത്തരത്തിലുള്ളൊരു വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും തന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും പറയാൻ പാടില്ല.
അതിന് ഒരു തരത്തിലുള്ള വിലക്ക് നമ്മുടെ കേരളത്തിലുണ്ട്. നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ പോലും മുസൽമാനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഇവിടെ പലരും നടത്താറുണ്ട്. പരസ്യമായ ഒരു രഹസ്യമാണ്. നരേന്ദ്രമോദിയെ നല്ലത് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്ന് വിളിച്ചു പറയുന്നൊരു രീതി ഇവിടെയുണ്ട്. അതൊക്കെ കാറ്റിൽ പറക്കുന്ന തരത്തിലാണ് രാജ്യത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ. മുസ്ലിം ലീഗൊക്കെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കുത്തക അവകാശം ഏറ്റെടുത്ത് വലിയ ഡയലോഗും അടിച്ചങ്ങനെ പോകുന്നത്. സകല സാധാരണ മുസ്ലിങ്ങളോടും ഈ കേരളത്തിലെ സകല സാധാരണക്കാരോടും പറയാനുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിനൊക്കെ പുല്ലുവിലയാ, ഒരു വിലയില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് പോലും മുസ്ലിം ലീഗിനാകെ 1-2 MP ഉള്ളൂ. കേരളത്തിന് ഒരു മൂലക്ക് മാത്രം. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജന. അതിനേക്കാൾ അധികം ആളുകള് ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ മാത്രമുണ്ട്. മുസ്ലിം ലീഗിന് എത്ര MP മാരുണ്ട് ഉത്തർപ്രദേശിൽ? അപ്പോ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാം. സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിനൊക്കെ പുല്ലുവില. അപ്പൊ ഇതൊക്കെ സകലരും തിരിച്ചറിയാം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു മുസ്ലിം സംഘടന അവരുടെ നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരെടുത്തു പറയുന്നു, ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളാണ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് വരേണ്ടത്. ഇതൊക്കെ ഇവർക്കൊക്കെ എങ്ങനെ സഹിക്കും? ഇതൊക്കെ എങ്ങനെ ഇവര് വാർത്തയാക്കും? അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വരില്ല. അപ്പോ ഈ വഖഫ് ഭേദഗതി നിയമത്തില് സാധാരണക്കാർക്ക് എന്ത് ഉപകാരമാണ്, മുസ്ലിം സംഘടനയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നൊക്കെ ആളുകൾ പ്രചരണം ഇപ്പൊ തുടങ്ങും. സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധാരണ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ വഖഫുമായി ബന്ധപ്പെട്ട് വിഷയത്തിലായിട്ട് ആ സ്ഥലം ഒന്ന് വിൽക്കാനോ ആ സ്ഥലത്തിൽ നിന്നൊരു ലോൺ എടുക്കാനോ സാധിക്കാത്ത ഒരുപാട് മുസ്ലിങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് മുസ്ലിം സംഘടനകളും നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. മറ്റു മതങ്ങൾക്ക് പോലും ഉപദ്രവം ഉണ്ടാവുന്ന ഒരു വിഷയം. മറ്റൊരു മതത്തിനും മറ്റ് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലുള്ള അവകാശങ്ങളുമില്ല ഒരു ബോർഡിനും. അതേസമയം ഈ വഖഫ് ബോർഡിന് അധിക അനാവശ്യ അവകാശങ്ങളുണ്ട്. ഇത് മുസ്ലിം സമുദായത്തിൽ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. പലർക്കും പുറത്തു പറയാൻ ഭയമാണ്. ഒറ്റപ്പെടുത്തി മൂലക്കാക്കും, ഭയപ്പെടുത്തും. അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും നടക്കൂലായി, ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും ആരും അത്ഭുതപ്പെടേണ്ട. അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ബില്ലൊക്കെ കൊണ്ടുവന്നാൽ, ഒരു നിയമമൊക്കെ ആക്കുന്നതിൽ കൃത്യമായിട്ട് സകല സാധാരണക്കാർക്ക് ഉപകാരത്തിന് വേണ്ടി മാത്രം പൗരത്വം, ആർട്ടിക്കിൾ 370, അതേപോലെ തന്നെ മുത്തലാഖ്, ഇങ്ങനെ ഏതൊരു വിഷയം എടുത്താലും കൃത്യമായിട്ട് ഏതൊരാൾക്കും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനും സാധിക്കും. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം സംഘടന ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത്.